നബി തിരുമേനി മക്കയിൽ നിന്ന് നാട് കടത്തിയവരാണല്ലോ. മക്കയിലുണ്ടായിരുന്ന കുറേശികളും മറ്റു ശത്രുക്കളൊക്കെ. അവസാനം അവർക്കെതിരെ ഹിജ്റ വർഷം 8 മക്ക വിജയം ഉണ്ടായി. ആ മക്ക വിജയത്തിലേക്ക് പോകുമ്പോൾ മുസ്ലിങ്ങൾ 10,000-ഓളം ആൾക്കാരുണ്ട്, മുസ്ലിം സൈന്യങ്ങൾ. ആ നേരം അൻസാറുടെ നേതാവ് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് രക്തച്ചൊരിച്ചിലിൻ്റെ ദിവസമാണ്. അല്യൗമ യൗമുൽ മൽഹമ, രക്തം ചിന്തുന്ന ദിവസമാണിന്ന്. എത്രയോ മർദ്ദകരെ ഇന്ന് ശിക്ഷിക്കാനുണ്ട്, കൊല്ലാനുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് കേട്ടപ്പോൾ റസൂൽ തിരുമേനി ദേഷ്യം പിടിക്കുക സഅദിനോട്. അങ്ങനെ പറയാൻ പാടില്ല. ഇന്ന് യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണെന്ന്. എന്നിട്ട് തങ്ങൾക്കെതിരെ എന്തും ചെയ്താൽ ആരും അവിടെ പ്രതികരിക്കില്ല. കാരണം അത്ര വലിയ അക്രമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ റസൂൽ അവരോട് പറഞ്ഞു, ഇത് നിങ്ങളൊക്കെ പോയിക്കോളൂ, ഒരു പ്രശ്നവുമില്ല, നിങ്ങളൊക്കെ വെറുതെ വിട്ടിരിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മനസ്സ്. ത്വായിഫിൽ പോയപ്പോൾ അവിടെയുള്ളവരൊക്കെ എറിഞ്ഞാട്ടിയ സംഭവമുണ്ട്. മക്കയിൽ ആരും സംരക്ഷണം കൊടുക്കുന്നില്ല, സഹായിക്കുന്നില്ല. ഈ സമയം വല്ല സഹായം കിട്ടുമെന്ന് വിചാരിച്ച് കുടുംബക്കാരാണല്ലോ അവിടെയുള്ള പലരും. അതുകൊണ്ട് ത്വായിഫ് എന്ന പ്രദേശത്ത് പോയപ്പോൾ അവരൊക്കെ കല്ലെടുത്ത് എറിഞ്ഞാട്ടുക ചെയ്തു. അപ്പോൾ ഒരു മലക്ക് വന്നിട്ട് നബി തിരുമേനിയോട് പറഞ്ഞു, നിങ്ങൾ ആക്രമിച്ചവർ ആ 2 മലകൾക്കിടയിൽ വേണമെങ്കിൽ ചതച്ച് അരച്ച് കൊല്ലാൻ പറ്റും, അത് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം, നിങ്ങൾ കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞെന്താ, അതൊന്നും ചെയ്യണ്ട, അവർക്ക് അള്ളാഹു നീ പുറത്ത് കൊടുക്കണമെന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകം. ഇതുപോലെ എടുത്തു നോക്കിയാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. എതിരാളികൾ നബിയെ വധിക്കാൻ ശ്രമിച്ചിട്ട് അവർ വെറുതെ വിട്ടത് വേറെയും നമുക്ക് കാണാൻ കഴിയും.